ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇപ്പൊ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ട് 18 ദിവസമായി. പടത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 200. Hey, it's me Mustu. Welcome to MKM Diaries. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന പടം ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തുകയും വളരെ പോസിറ്റീവ് റെസ്പോൺസോടുകൂടി വേൾഡ് വൈഡ് അടിച്ച് കയറുകയും ചെയ്തിട്ടുള്ള പടം ഇപ്പൊ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ട് 18 ദിവസമായി. 18 ദിവസത്തിൽ പടത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 250 കോടിയാണ്. യെസ്, മലയാളികളായി നമുക്ക് അഭിമാനിക്കാം അല്ലേ? അപ്പോൾ പടത്തിന്റെ ബിസിനസ് ഡീറ്റെയിൽസുകൾ, കളക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കേരള ബോക്സ് ഓഫീസിൽ 88 കോടി 50 ലക്ഷമാണ് പടം കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ, അതായത് കേരളത്തിന് പുറത്ത് ഈ പടം കളക്ട് ചെയ്തിട്ടുള്ളത് 49 കോടി 35 ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ ഓവർസീസിൽ പടത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 100 കോടി കഴിഞ്ഞ് 109 കോടി 35 ലക്ഷം കളക്ഷനാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 247 കോടി കളക്ട് ചെയ്തിട്ടുണ്ട് പടം. ഇനി 19ാമത്തെ ദിവസമായപ്പോഴേക്കും പടം 250 കോടി എന്ന് പറയുന്ന മൈൽ സ്റ്റോണിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും മലയാളികൾക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. കാരണം ലോക എന്ന് പറയുന്നത് 5 മൂവീസ് അടങ്ങിയിട്ടുള്ള ഒരു സീരീസ് ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് വന്നിട്ടുള്ളത്. ദുൽഖർ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പടത്തിൽ കിട്ടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇനി വരുന്ന 4 പാർട്ടുകളും വളരെ നല്ല രീതിയിൽ അവർക്ക് മേക്ക് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 31 കോടി ബഡ്ജറ്റിലാണ് പടം തയ്യാറായിട്ടുണ്ടായിരുന്നത്. ആ പടം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ മാത്രം 250 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെസ്ലിന്റെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് പടങ്ങളുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ പടത്തിന്റെ കളക്ഷന് കാര്യങ്ങൾ, അതിന്റെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകണം. അതിനു മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഫാമിലി ഓഡിയൻസ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് ആണെങ്കിൽ അത് ജയറാമിന്റെ പടങ്ങൾക്ക് ഒത്തിരി ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും അതേ ഒരു പ്രോമിസിംഗ് ആയിട്ട് കയറി ചെല്ലുമായിരുന്നു. അതിനുശേഷം ദിലീപ് പടങ്ങൾക്ക് ഭയങ്കര റെസ്പോൺസ് കിട്ടുമായിരുന്നു. ഇതിനുശേഷം നിവിൻ പോളി പടങ്ങൾക്ക് ഫാമിലി സൈഡിൽ നിന്ന് ഒരുപാട് റെസ്പോൺസ് കിട്ടാറുണ്ട്. ഇപ്പോൾ ആ ഒരു റെസ്പോൺസ് കുറച്ചൊക്കെ കിട്ടുന്നത് നെസ്ലിനാണ്. അദ്ദേഹം അങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉള്ള, ഹ്യൂമർ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അവസാനം ഇറങ്ങിയിട്ടുള്ള കുറച്ച് പടങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ലോക എന്ന് പറയുന്ന പടത്തിൽ സുപ്രധാന റോളിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ആ പടത്തിന്റെ കളക്ഷൻ നമുക്കറിയാം 250 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള പടമായിരുന്നു ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന പടം. അതും വളരെ ബോക്സ് ഓഫീസിൽ സക്സസ്ഫുൾ ആയിരുന്നു. ഏറെക്കുറെ 68 കോടി 40 ലക്ഷം രൂപയോളം ഈ പടം കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കാതലൻ എന്ന് പറയുന്ന ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. 5 കോടി 50 ലക്ഷത്തോളം ആ പടം കളക്ട് ചെയ്തു. അതിനു മുമ്പ് പ്രേമലു എന്ന് പറയുന്ന ഒരു പടം ചെയ്തു. 136 കോടി 50 ലക്ഷത്തോളം കോടി രൂപ ഈ പടം കളക്ട് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി ഇപ്പോൾ അവസാന കുറച്ച് പടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 450 കോടിയുടെ ബിസിനസ് അദ്ദേഹത്തിന്റെ പടത്തിലൂടെ ഉണ്ടായി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഒരു പ്രോമിസിംഗ് ആയിട്ട് ഒരു ആക്ടറാണ്. ഇതിന് കൂടുതൽ മികച്ച ലൈനപ്പുകളുമായിട്ട് അദ്ദേഹത്തിന് വീണ്ടും നമ്മളെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എന്റർടൈൻ ചെയ്യിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലെ തീർച്ചയായിട്ടും വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. മൂവി റിലേറ്റഡ് ആയിട്ടും അല്ലാത്തതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കണം. ഇനി ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂവിയായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.